ഹലോ ഗൈസ്, എല്ലാവർക്കും മൂവീസ് അപ്ഡേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വണക്കം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മൂവീസ് അപ്ഡേറ്റുകളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഇരിക്കുന്നവരുണ്ട്. അത്യാവശ്യം ഈ സംഭവമൊക്കെ ഒന്ന് ഇഷ്ടം ഉള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടായാലേ ഈ ചാനലുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആസിഫ് അലിയുടെ, അത് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തിന്റെ പേരാണ് ലെവൽ ക്രോസ്. ഈ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്കും പേരും കൂടെ ഇറങ്ങിയ ഒരു മോഷൻ പോസ്റ്ററാണ് വന്നത്. അമലാപ്പോളും ഷറഫുദ്ദീൻ ഒക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നല്ലൊരു അസലൊരു മോഷൻ പോസ്റ്റർ ആയിരുന്നു. ആസിഫ് അലിയുടെ നല്ലൊരു മേക്ക് ഓവർ കാണാൻ പറ്റി ആ പോസ്റ്ററിൽ. കാരണം ഞെട്ടിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഒരു നല്ലൊരു തിരിച്ചുവരെന്ന് പറയാം, അങ്ങനെ പറയണ്ട, തിരിച്ചുവരൊന്നും പറയണ്ട, നല്ലൊരു പടമായി മാറട്ടെ. നല്ല രീതിയിൽ ആസിഫ് അലിയുടെ കുറച്ച് ലുക്കിലൊക്കെ കുറച്ച് ഒരു ചേഞ്ചൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഗംഭീരമാവട്ടെ ആ സിനിമ ലെവൽ ക്രോസ്. സംവിധാനം ചെയ്യുന്നത് അർഫാസ് അയ്യൂബാണ്. ജിത്തു ജോസഫ് അല്ല, ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന സിനിമ എന്നേ ഉള്ളൂ, ജിത്തു ജോസഫ് അല്ല സംവിധാനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ 257ാമത്തെ ചിത്രത്തിന് വരാഹം എന്നാണ് പേരിട്ടിരിക്കുന്നത്. സനൽ വി ദേവനാണ് സംവിധാനം ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഗൗതം വാസുദേവ് മേനോൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് വരാഹം എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഒന്നും വന്നിട്ടില്ല. ത്രില്ലർ മൂഡ് ഒരു ചിത്രം, അത്രയുള്ള അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ ബിജു മേനോന്റെ ഒരു പുതിയൊരു പടം വരാൻ പോകുന്നു, നടന്ന സംഭവം. അതിൽ സുരാജ് വെഞ്ഞാറമൂട്, ലിജോ മോൾ ജോണി ആന്റണിയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ ചിത്രം ഒരു നടന്ന സംഭവമാണോ? നടന്ന സംഭവമായിരിക്കാം. നടന്ന സംഭവം അതാണ് ചിത്രത്തിന്റെ പേര്. വിഷ്ണു നാരായണാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടായത്. ബിജു മേനോൻ തകർക്കട്ടെ. പിന്നെ ബ്രഹ്മയുഗത്തിന്റെ 3ാമത്തെ ഒരു ക്യാരക്ടറിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ വന്നിട്ടുണ്ടായിരുന്നു ആൾറെഡി. അതുപോലെ അർജുൻ അശോകന്റെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വന്ന് നിൽക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതിന്റെ ഒരു പോസ്റ്റർ, അതിലൊരു ക്യാരക്ടറിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതും ഗംഭീരമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, 3നും ഷർട്ടില്ലാത്ത ഫോട്ടോ. അതാണ് ഇതിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്, ഒന്ന് രണ്ടാമത്തത് ഷർട്ടിടാത്ത 3 ക്യാരക്ടറിന്റെ ഫോട്ടോസാണ്. എന്തായാലും ഞെട്ടിക്കുമെന്ന് ഉറപ്പുള്ള സിനിമയാണ്. ഫെബ്രുവരിയിലായിരിക്കണം ഈ ചിത്രത്തിന്റെ റിലീസിങ്. ഓക്കെ. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ശിവകാർത്തികേയന്റെ പുതിയ പടമായ അയലൻ ചിത്രത്തിന്റെ ട്രെയിലർ 5-ാം തീയതി പുറത്തു വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ ശിവകാർത്തികേയന്റെ ഫാൻസും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് കേട്ടോ അയലൻ. കാരണം ഈയിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ശിവകാർത്തികേയൻ പറയുകയുണ്ടായി, ഇങ്ങനൊരു ചിത്രം ഇന്ത്യയിൽ പോലും വന്നിട്ടില്ലെന്നാണ്. തള്ളിയതാണോ അല്ലയോ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പം അറിയാൻ പറ്റും. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജയറാമേട്ടൻ നായകനായിട്ട് വരുന്ന പുതിയ ചിത്രമാണ് അബ്രഹാം ഓസ്ലർ. വിതുൻ മാനുവൽ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. അതിൽ അർജുൻ അശോകൻ, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട്, അനശ്വര രാജൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഓസ്ലർ. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് രാത്രി 7:30 പുറത്തു വരികയാണ്. ചിത്രം 11-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഒരു ഗംഭീര ത്രില്ലർ മൂവി. അതായത് 5-ാം പാതിരയ്ക്ക് ശേഷം നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഒരു പടമുണ്ട് കേട്ടോ. തിരക്കഥ അദ്ദേഹത്തിന്റെ എന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളി, അദ്ദേഹത്തിന്റെ ഒരു തമിഴ് ചിത്രമായി 7 കടൽ 7 മല ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ, ടീസർ എന്ന് പറയാം, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അസലൊരു ടീസർ. എന്താ പറയുക, നല്ലൊരു ഡയലോഗ് ഡെലിവറി ഒക്കെ നിവിൻ പോളിയുടെ നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു ചിരഞ്ജീവിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ വയസ്സ് പറയുന്നത് തന്നെ 1800 ചിലാനം ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ വയസ്സ് തന്നെ പറയുന്നത്. ഇതൊരു അദ്ദേഹത്തിന്റെ പ്രണയിനിയെ തേടിയുള്ള അന്വേഷിച്ചുള്ള ഇത്രയും വർഷം ജീവനോടെ ഇരുന്ന് അങ്ങനത്തെ ഒരു കഥയാണ്. ഇതൊരു ഭയങ്കര ഗംഭീര, എന്താ പറയുക, ഒരു ബോക്സ് ഓഫീസ് കുലുക്കുന്ന ടൈപ്പ് ഒന്നും അല്ലെങ്കിൽ പോലും നല്ലൊരു ക്ലാസ് മൂവി പ്രതീക്ഷിക്കുക. റാമാണ് ചിത്രത്തിന് സംവിധായകൻ. നമ്മുടെ പേരമ്പൊക്കെ സംവിധാനം ചെയ്ത ആള്. എന്തായാലും നിവിൻ പോളി ഞെട്ടിക്കട്ടെ. അദ്ദേഹം തമിഴിൽ കുറേ നാളായി ഒരു സിനിമ എടുത്തിട്ട് നല്ല രീതിയിൽ ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡബിങ് ആയിപ്പോയി. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ ഇന്ത്യൻ 2 ശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന കമൽഹാസൻ നായകനായിട്ടുള്ള പുതിയ ചിത്രമാണ് ഇന്ത്യൻ 2. ഇന്ത്യൻ 1ന്റെ സെക്കൻഡ് പാർട്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ 2 എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ 3 എന്ന് കൂടെ പറയാം. കാരണം ഈ 2, 3 കൂടെ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3ഉം, അതായത് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് തീർന്നതായിട്ടാണ് കിട്ടുന്ന ഒരു അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആഗസ്റ്റ് മുമ്പായിട്ട് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യും. സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് ചിലപ്പം ക്രിസ്മസ് അല്ലെങ്കിൽ അടുത്ത പൊങ്കൽ ആ ഒരു രീതിയിലൊക്കെ റിലീസ് ചെയ്യാനും സാധ്യത
കാണുന്നുണ്ട്. പിന്നെ ഒരു OTT അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഷറഫുദ്ദീൻ സംവിധാനമല്ലല്ലോ, നായകനായിട്ടുള്ള ചിത്രമായിരുന്നു തോൽവി. ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മൂവി എന്ന് പറയാം. ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.